ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. ചോറിൻ്റെ കൂടെ ഒരു പപ്പടം വറുത്തത് കൂടി ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരു ഇഷ്ടം തന്നെയാണ്. എന്നാൽ പപ്പടം വറുത്ത് കറി തയ്യാറാക്കുമ്പോൾ അതൊരു പ്രത്യേക രുചി തന്നെയാണ്. തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കുന്നത് ഒഴിച്ചാൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പപ്പടം കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ പപ്പടം ചെറുതായി അരിഞ്ഞെടുത്ത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. ഞാനിവിടെ 3 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഇനി കറി തയ്യാറാക്കുന്നതിനായി ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളകും ചേർത്ത് താളിക്കുക. ഇനി ഇതിലേക്ക് 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റുക. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ആവശ്യമെങ്കിൽ ഈ സമയം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ വളരെ രുചികരമായ പപ്പടം കറി തയ്യാറാകും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു രുചി തന്നെയാണ് ഇത് നൽകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.